നീ ആരോടായി പറയുന്നത്? കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ വന്ന ഒരു കമന്റ് ആയത്, ജൈവ കൃഷിയെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോയുടെ അടിയിൽ വന്ന ഒരു കമന്റ് ആയത്. അപ്പോൾ ഈ ഒരു കമന്റിന് മറുപടി പറയുമ്പോൾ രണ്ട് വാർത്തകൾ ഞാൻ ഇതിനോട് കൂട്ടിച്ചേർക്കാം. ഒന്ന് എന്ന് പറയുന്നത് പാലക്കാട് കളനാശിനിയിലെ വിഷപദാർത്ഥം 6 മാസം 26 പേര് ചികിത്സക്കെത്തി 23 പേര് മരിച്ചു. ഇത് മലയാള മനോരമ റിപ്പോർട്ട് ചെയ്തൊരു വാർത്തയായത്. ഇടുക്കി തമിഴ്നാട് അതിർത്തിയിൽ ഏകദേശം 26 പേരാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ചികിത്സക്കെത്തിയത്. അതിൽ 23 പേരും കളനാശിനിയുടെ ഉപയോഗം കൊണ്ട് രോഗം വന്ന് മരിച്ചുപോയവരാണ്. ഇത് ഒന്നാമത്തെ വാർത്ത. രണ്ടാമത്തെ വാർത്ത, ഓണത്തിന് വിഷം കഴിക്കണം. ഇത് മീഡിയ വണ്ണ് കഴിഞ്ഞ ദിവസം പുറത്ത് കൊണ്ടുവന്ന ഒരു വാർത്തയാണ്. ഇതിനകത്ത് പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും കൊണ്ടുവരുന്ന പച്ചക്കറി പഴവർഗ്ഗങ്ങളിൽ മാരകമായ കീടനാശിനിയുടെ പ്രയോഗം കണ്ടെത്തി. അത് ഏതൊക്കെ വിളകളിലാണെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. വെളുത്തുള്ളി, ക്യാരറ്റ്, ക്യാപ്സിക്കം, കത്തിരി, പയർ, കോവയ്ക്ക, നാരങ്ങ ഇങ്ങനെ തുടങ്ങിയ വിഷാംശമുള്ള ഒരു പച്ചക്കറികളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. ആസ്വദിച്ച് കഴിക്കാമെന്ന് അത് എഴുതിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആപ്പിളിലും ഓറഞ്ചിലും സപ്പോട്ടയിലും മുന്തിരിയിലും പേരക്കയിലും വിഷാംശം അടങ്ങിയതായിട്ട് കൃഷി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൃഷിയിൽ സ്വയം പര്യാപ്തത നേടാനും നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് വിഷരഹിതമായ കൃഷി ചെയ്ത് വിഷരഹിതമായ പച്ചക്കറി നമുക്ക് തന്നെ ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് ചേട്ടാ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കൊണ്ട് ഇത് കണ്ടിട്ട് എൻ്റെ പ്രായത്തിലുള്ളവരോ അല്ലെങ്കിൽ എൻ്റെ അനിയന്മാരോ എൻ്റെ അനിയത്തിമാരോ ആരെങ്കിലും ഈ ഒരു കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും സന്തോഷകരമായ ഒരു കാര്യമല്ലേ. ഈ വിഷം നമ്മൾ കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി രണ്ടാമത്തെ ഒരു കമൻറ്റ്, ഇത് ഒരല്പം രസകരമായ ഒരു കമൻറ്റാണ്, പക്ഷേ ഇതിനകത്ത് കുറച്ച് ചിന്തിക്കാനുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ, ധാരാളം ബുദ്ധിജീവികളുള്ള ഈ കേരളത്തിൽ കൃഷിവകുപ്പ് 1 ലക്ഷം രൂപ പാരിതോഷികം പ്രഖ്യാപിച്ചാൽ ആരെങ്കിലും ഒരു സൂത്രപ്പണിയും കൊണ്ടുവരും. ഇതെന്ന് പറഞ്ഞാൽ പന്നിശല്യത്തെക്കുറിച്ച് ചെയ്ത ഒരു വീഡിയോയിൽ വന്ന ഒരു കമൻ്റ് ആയത്. ഈ കമൻറ്റിൽ പറഞ്ഞേക്കുന്നത് വളരെ ഗൗരവകരമായ ഒരു കാര്യം തന്നെയാണ്. ഇത്രയും ബുദ്ധിജീവികളുള്ള കേരളത്തിൽ ആരെങ്കിലും ഒരു സൂത്രപ്പണിയും കൊണ്ട് അല്ലെങ്കിൽ നല്ല ഒരു ടെക്നിക്കും കൊണ്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൃഷി വകുപ്പ് 1 ലക്ഷം രൂപ സമ്മാനം പ്രഖ്യാപിക്കണം എന്നാണ് ഈ ഒരു കമൻറ്റിലൂടെ പറഞ്ഞിരിക്കുന്നത്.